ഞാൻ ആരാന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ല. വേണ്ടപ്പെട്ട ആളാന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ചു കേട്ടാ. ചുമ്മാ എടോ മന്ത്രി പൊങ്കുവാ. എന്നാ നന്ദിയില്ലാതെയാണ് താനീ കാണിക്കണത്. കോടതി ഞങ്ങളുടെ ബ്ലാക്കിനെ വെറുതെ വിട്ടാണല്ല. എന്താണ് നിങ്ങ വിടുകയല്ലേ? നിങ്ങളുടെ സംശയം എന്നതാണ്? അത് തീർക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടാ. ഇങ്ങാട്ട് കൊണ്ടുപോടാ. തലതല്ലി പൊളിച്ചു കൊല്ലാനും മാത്രം ഇവരെ എന്നാ തെറ്റാണ് ചെയ്തത്? ഇനിയൊരാഘാതം എന്റെ തലക്കേറ്റാല് പിന്നെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നു തന്നെ അല്ലേ മീനാക്ഷി? തന്റെ കൊണ്ട് ഞങ്ങൾ പാല് കുടിപ്പിക്കാണോ? താൻ എവിടുത്തെ കൊള്ളാണ്ടായാലും കൊള്ളാം. എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇപ്പൊ സമാധാനം പറയണം. തനിക്ക് എന്നെ അവനെ കൊല്ലണോ? എന്നാ കൊല്ലണോ? ഒന്ന് തിന്നണോ? തിന്നുകയൊന്നുമില്ല. ഇവനെ തല്ലിയതിന് ഞാൻ മാപ്പും ചോദിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പരീക്ഷണം. ഏയ് കൊണ്ടുപോവളെ. ഏയ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണില്ല. ഈ നിൽക്കുന്ന രമേശ് ശർമ്മയുടെ അനിയത്തിയ, ഉന്നാര അനിയത്തി. കുറെ കാലമായി ഇവർ തമ്മിൽ കണ്ടിട്ട്. എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ ഏട്ടാ? മനസ്സിലായില്ലേ ഏട്ടാ? ഏട്ടാ പറയ വലിയേട്ടാ, വലിയേട്ടാ പറയ. ഏട്ടന്റെ ശ്യാമക്കുട്ടിയെ മനസ്സിലായില്ലേ ഏട്ടാ? ഈ ദ്രോഹികളെല്ലാം കൂടി എന്നെ നമ്മുടെ ശരണ്യക്കുട്ടിയെ നശിപ്പിച്ചേട്ടാ. ശരണ്യമോളെ പോലെ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഏട്ടാ. എന്നോട് ക്ഷമിക്കേട്ടാ വലിയേട്ടാ, വലിയേട്ടാ. രമേശ്, മുംബൈയിൽ ഇവക്കിപ്പോ എന്താ ഡിമാൻഡ് നിനക്കറിയാവോ? പറയടി, പറയടി. മാറി നിൽക്കടി, ഉരുത്തം കെട്ടവളെ. കൊന്നുകളയും ഞാൻ. പറയടി, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ. പറയടി, നിന്റെ ചേട്ടനോട് നിന്നെ രക്ഷിക്കാൻ. പറയടി, പറയടി, പറയടി. എടാ പിശാചേ, അതിനെ കൊല്ലാതാ. പെങ്ങളെ രക്ഷിക്കണ, പെങ്ങളെ രക്ഷിക്കണ, നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ. അപ്പോ നീ രമേശ് ശർമ്മ അല്ല, ബ്ലാക്കാ. ഈവൻ ബ്ലാക്കാ. ഈവൻ ബ്ലാക്കാ. ചേട്ടാ ചേട്ടാ, ഇവൻ ബ്ലാക്കാ. അനങ്ങിപ്പോരുത്, കൊന്നോളെ ഞാൻ. ഇവൻ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ തൊട്ടാ നിനക്ക് പൊള്ളും. പൊള്ളൂടാ, പൊള്ളൂടാ, പൊള്ളൂടാ. അയ്യോ, പൊള്ളൂടാ. വാ, എടാ ബ്ലാക്കേ, തല്ലി കൊല്ലണവനെ. മകനെ ബ്ലാക്കേ, നിനക്ക് എന്തിനാണ് പറ്റിയത്? വാടാ. അപ്പൊ ഞാൻ പറയുന്നത് തല്ലി കൊല്ലണം അവനെ. ഓ, തല്ലടാ, തല്ലടാ, തല്ലേ, തിരിച്ചടാ, തല്ലടാ, നീ തിരിച്ചല്ലേ, തല്ലടാ. കൊണ്ടുപോവനെ. എടാ പൊലയാരിക്ക മകനെ,
നീ ഏത് കോപ്പിലെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും തരകതിന് പകരം ചോദിക്കും കേട്ടാ. ഒന്ന് കളയടാ നിന്നെ നായ. പോടാ. കൊണ്ടുപോടാ ശാന്തനെ. വാ മകനെ. എന്റെ ഏട്ടനെ കൊണ്ടുപോകല്ലേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ ഏട്ടാ. ഏട്ടന്റെ ശ്യാമക്കുട്ടിയെ പറയുന്നേ, ഏട്ടാ പോവല്ലേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ, ഏട്ടാ പോവല്ലേ ഏട്ടാ. ഞാനാ ഇതിനെല്ലാം കാരണക്കാരി. തൃപ്തിയായില്ലേ ഡാഡി? ആ പാവത്തിന് ഈ പരുവത്തിലാക്കിയപ്പോ മൂസത് പറഞ്ഞത് സംഭവിച്ചു. വീണ്ടും നിങ്ങൾ അയാളുടെ തലക്കടിച്ചു, അയാളെ ഭ്രാന്തനാക്കി. അപ്പോ ഇതിനു മുമ്പ് ഇവന്റെ തലക്കടിച്ചത് ആരാ? വിക്രം സാർ, ഇനിയൊരു സംശയം ബാക്കി വെക്കണ്ട. തിരിച്ചു വന്ന് ഇവിടെ പിടിച്ച് മാറ്റണം. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി പ്രഫുല്ലകുമാറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പുത്തമ്പുരക്കൽ പത്രോസിന്റെ മകൻ ബ്ലാക്ക് കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാനസിക വളർച്ചയെത്തിയിട്ടില്ലാത്ത ഇയാളെ 10 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ വെച്ച് കൊല്ലപ്പെട്ട IPS ഓഫീസർ രമേശ് ശർമ്മയാണെന്ന് ആരോപിച്ച് പ്രഫുല്ലകുമാറും കൂട്ടരും കോടതി വളപ്പിൽ വെച്ചും അതിനുശേഷവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. സ്വയരക്ഷാർത്ഥമാണ് പ്രതി മന്ത്രിയെ ആക്രമിച്ചത്. ആയതിനാൽ സെൽഫ് ഡിഫൻസ് എന്ന എക്സംഷൻ പരിഗണിച്ച് IPC 106 വകുപ്പ് പ്രകാരവും അൺസൗണ്ട് മൈൻഡുള്ള ഒരാളാണ് പ്രതി എന്ന പരിഗണനയിൽ IPC 84 വകുപ്പ് പ്രകാരവും ബ്ലാക്കിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന നിഗമനത്തിൽ കോടതി എത്തിയിരിക്കുന്നു. ചേച്ചി, ഇന്നെങ്കിലും വലിയേട്ടൻ എന്നെ മനസ്സിലാവോ? അറിയില്ല മോളെ. അവൻ ബ്ലാക്ക് ആണോ രമേശ് ആണോ എന്ന് വിചാരണ തുടങ്ങിയ ശേഷം ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ രമേശിനെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എനിക്ക് അവനെ തിരിച്ചു കിട്ടുമോ സാർ? ഇനിയൊരു തിരിച്ചുവരവ് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇറ്റ്സ് പോസിബിൾ സർ, അബ്സല്യൂട്ട്ലി പോസിബിൾ. കരയണ്ട, ചേട്ടൻ ജീവിച്ചിരിക്കണ്ടേ. ക്ഷമയ്ക്ക് ഞാനുണ്ടാവും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിയമത്തെ ഞാൻ കബളിപ്പിച്ചെങ്കിൽ അത് സത്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. വേണ്ട, ബ്ലാക്കിനെയാ കോടതി വെറുതെ വിട്ടത്. രമേശിന്റെ ശബ്ദം ഇനി തിരിച്ചറിഞ്ഞോ? പേടിക്കണ്ട, ഞാനെല്ലാം ബ്ലസ്സിയോട് പറഞ്ഞു.
കോടതി വിധി എന്തായിരുന്നാലും കഴിഞ്ഞതൊക്കെ ബ്ലസ്സി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി.